നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം പ്രശാന്ത്. UDF സർക്കാർ അധികാരമേൽക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് വീണ്ടും ജാതി വെറി, വർണ്ണവെറി, നായരിസം, ഈഴവനിസം, പിന്നെ ലീഗിസം, പട്ടികജാതിസം, അങ്ങനെ കുറേ ഇസങ്ങൾ പഴയ സർക്കാർ കളഞ്ഞിട്ട് പോയ കുറേ സാധനങ്ങളെ പെറുക്കിയെടുത്തുകൊണ്ട് വരുന്നൊരവസ്ഥ. കാരണം മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ചില നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മുൻ രാഷ്ട്രപതി KR നാരായണനെ ഈ ചില സാംസ്കാരിക കുഞ്ഞാടുകൾ അവഹേളിച്ചു എന്നതിനോണം പറയാം. കോട്ടയത്തെ KR നാരായണൻ പള്ളിക്കത്തോടുള്ള നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്ട് ആ സ്ഥാപനം നേരത്തെയും അത് വിവാദത്തിൽ വന്നതാണ്. ഒരുപാട് വിവാദം ഉണ്ടാക്കിയ ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ തന്നെ ആ വിവാദത്തിന്റെ പിന്നാലെ പുറത്തു പോകേണ്ടുന്നൊരവസ്ഥ. ഇപ്പൊ എന്താണ് പുതിയ ഇത്തവണ വന്നത്? കോട്ടയം പാമ്പാടിയിലെ അവിടുത്തെ NSS കരയോഗത്തിലെ ബാലസമാജം, കരയോഗത്തിലെ അംഗങ്ങളല്ല, കരയോഗത്തിന് കീഴിൽ ഈ ബാലസമാജം കുട്ടികളുടെ ഗ്രൂപ്പാണ്. അവർ വളരെ ആക്റ്റീവാണ്. അപ്പൊ ഈ കുട്ടികൾ എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞു കുട്ടി, നഴ്സറി കുട്ടികളുമല്ല, അപ്പർ പ്രൈമറിയിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. അല്ലെങ്കിൽ തന്നെ കോട്ടയത്തെ ഈ ഒരു പള്ളിക്കത്തോടുള്ള ഈ ഒരു സ്ഥാപനം വളരെ വിശ്വവിഖ്യാതമായ UDF സർക്കാർ കൊണ്ടുവന്നൊരു സ്ഥാപനമാണ്. അത് വളരെ പേര് കേട്ട്, അതായത് വിഷ്വൽ ടെക്നോളജിയും സയൻസും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് തന്നെയാണ് കേരളത്തിന്റെ. അടൂർ ഗോപാലകൃഷ്ണൻ ആയിരുന്നു അതിന്റെ ചെയർമാൻ. അതെ, കേരളത്തിന്റെ ഒരു അഭിമാന ഇൻസ്റ്റിറ്റ്യൂട്ട്. അതെ. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കുറെ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് അവർ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിച്ചു കൊടുക്കുക, കാണിച്ചു കൊടുക്കുക, ഒരു പഠന ക്യാമ്പിന്റെ ഭാഗം. അങ്ങനെ ബാലസമാജത്തിലെ കുട്ടികൾ അവർ മുൻകൂട്ടി അനുമതി വാങ്ങിയിരുന്നു. അവരവിടെ വന്നപ്പോൾ ചില പുരോഗമന വിഭാഗത്തിലെ ചില കുഞ്ഞുങ്ങൾ അവരെ തടഞ്ഞു. ഈ സ്ഥാപനത്തിൽ ജാതി സംഘടനകൾ, മതസംഘടനകൾ വരാൻ പാടില്ല എന്നൊരു ഹഫ്തയും പുറപ്പെടുവിച്ചു. അല്ല, അതങ്ങനെ വരാൻ സാധ്യതയില്ല. വലിയ വിവാദമായി. അതായത് ജാതി സംഘടനകൾക്ക് പ്രവേശനം നിഷേധിച്ചു കാണും, മതസംഘടനകൾക്ക് പ്രവേശനം നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അവർ പറയുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ ഈ കുഞ്ഞുങ്ങൾ എതിർത്ത്. അല്ല, അത് രാജേഷ്, എനിക്കതിനകത്ത് തോന്നുന്ന കാര്യം ഞാൻ പറയാം. എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷ വിദ്യാർത്ഥി യൂണിയനുകളായിരിക്കും അല്ലേ? അതായത് ഒന്നുകിൽ SFIയോ അല്ലെങ്കിൽ AISFO. അവിടെ AISFന് പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മിക്കവാറും SFI തന്നെ ആയിരിക്കും. അത് നമുക്കതിൻ്റെ SFI എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? അതായത് NSSന്റെ കീഴിലുള്ളൊരു കുട്ടികളുടെ സംഘടനയാണ്. NSS വോട്ട് ചെയ്തില്ല. അല്ല, NSS അതായത് ഈ റിപ്പോർട്ടിംഗ് താഴേക്കിടയിലേക്ക് അതിഭീകരമാണ്. അതായത് ഇത്തവണ LDFന് NSSും SNDPയും വോട്ട് ചെയ്തില്ല. അപ്പോൾ അവിടെ ഏത് സംഘടന ആ പേരിൽ പറഞ്ഞ NSSന്റെ പേര് പറയുന്ന അതും അതിന്റെ ഉപഘടകങ്ങൾ ആര് വന്നാലും തടയുക. നല്ല കാര്യം. അല്ല, തീർച്ചയായിട്ടും നമുക്ക് ജാതിരഹിത സമൂഹം, തീർച്ചയായിട്ടും അതൊക്കെ പോട്ടെ. ശരി, കുട്ടികൾക്ക് എന്ത് മനോവിഷമം ഉണ്ടായെന്നറിയാം. ആ കുട്ടികൾ ഇതൊന്നും ഓർമ്മയുണ്ട? പണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഗൈഡ്സിന്റെയും സ്കൗട്ട്സിന്റെയും കുട്ടികൾ അവരുടെ രക്ഷാധികാരി കൂടിയായ ഗവർണറെ കാണാനായിട്ട്, അർലേക്കറെ കാണാൻ നമ്മുടെ ലോക് ഭവനിലെത്തിയപ്പോൾ അവിടെ മന്ത്രി ശിവൻകുട്ടി പെട്ടെന്ന് വിളക്ക് കൊളുത്താതെ കുട്ടികളുടെ മുന്നിൽ കുറേ സുരേഷ് ഗോപി സ്റ്റൈൽ ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങിപ്പോയി. ആ കുട്ടികൾക്ക് എന്ത് വിഷമമായി എന്നറിയാം. ഇങ്ങനെയാണോ മന്ത്രി അപ്പൂപ്പൻ? ഇതാണോ മന്ത്രി അപ്പൂപ്പൻ എന്ന കുട്ടികൾ വെച്ച്? ഇതാണോ പുള്ളിയുടെ നെഗറ്റീവ്? ഈ എന്തിനാണ് ഞങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ ഞങ്ങളെ അപമാനിച്ചത്? അതേ തരത്തിൽ അത് വളരെ ശരിയാണ്. ഇതിനകത്ത് ഇതിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മുമ്പും വിവാദത്തിൽപ്പെട്ടിരുന്നു. നേരത്തെ താങ്കൾ പറഞ്ഞത് അതെ, അത് 2022 അവസാന കാലം, ഏതാണ്ട് നവംബർ ഡിസംബർ മാസത്തിലും അതുപോലെ 23 ജനുവരിയിലും ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്ന അതായത് KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാൻ നമ്മുടെ വിശ്വവിഖ്യാതനായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനും അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ശങ്കർ മോഹൻ എന്ന് പറഞ്ഞ ഒരാളുമാണ്. ഈ ശങ്കർ മോഹനെ അവിടെ കൊണ്ടുവന്നതും ഡയറക്ടറാക്കിയതുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ താല്പര്യമാണ്, അടൂർ ഗോപാലകൃഷ്ണൻ്റെ താല്പര്യമാണ്. ശങ്കർ മോഹൻ മികച്ച ആളാണ് എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അത് എന്തെങ്കിലും കുഴപ്പമുള്ള ആളാണെന്നോ അല്ലെങ്കിൽ ഈ പണി അറിഞ്ഞൂടാത്ത ആളാണെന്നോ ഒന്നുമല്ല. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം വലിയ വിവാദങ്ങളിൽപ്പെട്ടു. ഒന്നാമത്തെ വിവാദം അവിടുത്തെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നം തുടങ്ങുന്നത്.
ഈ പട്ടികജാതി കുട്ടികൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സീറ്റുകളിൽ കൃത്യമായി അഡ്മിഷൻ നടത്തുന്നില്ല എന്നാരോപിച്ച് രംഗത്ത് വന്നത് SFI തന്നെയാണ്. അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ കാലമാണ്. ആ ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് SFI തന്നെയാണ് ഈ ഡയറക്ടർക്കെതിരെ, ശങ്കർ മോഹൻ എന്ന് പറയുന്ന ഡയറക്ടർക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്നത്. അവർ പറയുന്നത് പട്ടികജാതി കുട്ടികൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സീറ്റുകളിൽ അഡ്മിഷൻ നടത്തുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ശങ്കർ മോഹനോട് മാധ്യമങ്ങൾ തിരക്കുന്നുണ്ട്, എന്താണ് സാർ ഇതിൻ്റെ കാരണം? അപ്പോൾ അദ്ദേഹം പറയുന്നു, ശരിയാണ്, പട്ടികജാതി കുട്ടികൾക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന സീറ്റുകളിൽ ചിലത് വേക്കൻ്റാണ്. അതിൻ്റെ കാരണം ഉചിതരായ അർഹതയുള്ള കുട്ടികളെ കിട്ടുന്നില്ല. ചുമ്മാ വഴിയേ പോകുന്ന SFI പറയുന്ന ഏതെങ്കിലും ഒരുത്തന് അഡ്മിഷൻ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ അഡ്മിഷൻ കൊടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഇവിടെ അഡ്മിഷൻ നേടേണ്ടത്. അപ്പോൾ ഇതുമായിട്ട്, ഈ വിഷ്വൽ മേഖലയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത, അതായത് സിനിമ, സീരിയല്, ഡോക്യുമെൻ്ററി, ഇങ്ങനെയൊക്കെയുള്ള ഈ എന്താ പറയുക, ദൃശ്യ ശ്രാവ്യ കലയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതെങ്കിലും വഴിയെ കൂടെ പോകുന്ന ഒരാളെ പിടിച്ച്, അവിടെ ഒരു കുട്ടിയെ പിടിച്ച് നീ ഇങ്ങ് വാ എന്ന് പറഞ്ഞ് പിടിച്ച് അഡ്മിഷൻ കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. സംഘടനയെ വളർത്താൻ ആൾ വേണ്ട. സംഘടനയെ വളർത്താൻ ആൾ വേണ്ട. അത് നടക്കില്ല. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അടക്കം അത് നടക്കും. പക്ഷേ ഇവിടെ അത് നടക്കില്ല. കാരണം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ ആരാ? പറഞ്ഞല്ലോ, അടൂർ ഗോപാലകൃഷ്ണനാണ്. വിശ്വവിഖ്യാതനായ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ ശങ്കർ മോഹൻ്റെ പേര് നിർദ്ദേശിച്ചത്. അങ്ങനെ അവരത് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. നമ്മുടെ രാഷ്ട്രപതിയുടെ പേരിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത്, പള്ളിക്കത്തോട് എന്ന് പറയുന്ന സ്ഥലത്ത്, പിന്നെ ഇങ്ങനെ ഒരു വളരെ വിഖ്യാതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനെയാണ് അവിടെ സമരം തുടങ്ങിയത്. എന്ന് വെച്ചാൽ SFI പറയുന്നത് അനുസരിച്ച് കൊള്ളണം. അപ്പോൾ ശങ്കർ മോഹൻ പറഞ്ഞ് അത് പറ്റത്തില്ല. ഉടനെ ശങ്കർ മോഹനെതിരെ ഭയങ്കര ആക്ഷേപവും ആരോപണങ്ങളും. എന്താ, അവിടെ കോളേജിൽ സാനിറ്റേഷൻ വർക്കിന് വരുന്ന, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ ബാത്റൂമും മറ്റും വൃത്തിയാക്കാൻ വരുന്ന ശുചീകരണ തൊഴിലാളികളുണ്ട്. അവരെ ശങ്കർ മോഹൻ അയാളുടെ വീട്ടിൽ വിളിച്ച് പേഴ്സണൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ടോയ്ലറ്റും മറ്റും വൃത്തിയാക്കിക്കും. ഇദ്ദേഹവും ഇവരുടെ തന്നെ ഒരു ഇതിലാണ് താമസിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഒരു പക്ഷേ അത് ക്വാർട്ടേഴ്സ് ആകാം, അത് വാടക വീടാകാം, നമുക്കറിയില്ല. പക്ഷെ അവിടെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ അത് വൃത്തികേടായപ്പോൾ അവരെ വിളിച്ചൊന്ന് ക്ലീൻ ചെയ്യിച്ചിരിക്കാം. അത് ഒരു വലിയ കുറ്റമായിട്ട്, വലിയൊരു മനുഷ്യാവകാശ പ്രശ്നമായിട്ട് ഉയർത്തി കാണിച്ചു. അതായത് ശങ്കർ മോഹനെ ടാർഗറ്റ് ചെയ്തായിരുന്നു ആക്രമണം. അവിടുന്ന് എങ്ങനെയെങ്കിലും ശങ്കർ മോഹനെ ഇറക്കി വിടണം. അതായത് ഇവിടെ എല്ലാം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവിടെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർക്ക് യൂണിയനുണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷ യൂണിയനിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ പറയുന്നത് പോലെ അവിടുത്തെ പ്രിൻസിപ്പളും ഡയറക്ടറും ചെയർമാനും ഒക്കെ പ്രവർത്തിക്കാവൂ. മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ 10 വർഷം അങ്ങനെ ആയിരുന്നു. അല്ലെങ്കിൽ അതിൻ്റെ ഫലം അറിയും. നോക്കൂ, എത്ര ഗതികേടിലാണ് എന്ന് നോക്കണേ. ഇതാണ് ശങ്കർ മോഹനും അവിടെ നേരിടേണ്ടി വന്നത്. അദ്ദേഹം പട്ടികജാതി കുട്ടികളെ അധിക്ഷേപം നടത്തുകയോ അവരെ മോശമായിട്ട് പറയുകയോ ഒന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല. ഇനി ഇതെല്ലാം കഴിഞ്ഞ ഉടനെ അത് സർക്കാർ അവിടെ അന്വേഷണ കമ്മീഷനെ വെച്ചു. അന്വേഷണം നടത്തിയിട്ട് കൊടുത്ത റിപ്പോർട്ട് അനുസരിച്ച് ഈ അഡ്മിഷൻ ഇറഗുലറിറ്റി ഉണ്ട്. അതായത് അഡ്മിഷനിൽ ക്രമക്കേട് നടന്നു. അതുപോലെ തന്നെ ഈ തൊഴിലാളികളെ, അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശുചീകരണ തൊഴിലാളികളെ കൊണ്ട് തൻ്റെ പേഴ്സണൽ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യിച്ചു. ഇതൊക്കെ ഒരു വലിയ കുറ്റമായിട്ട് പറഞ്ഞു. ശങ്കർ മോഹൻ പണിയും ഇട്ടേച്ച് അങ്ങേര് പോയി. തൊട്ട് പുറകെ ശങ്കർ മോഹൻ പോയപ്പോൾ അത് ഇദ്ദേഹത്തിനും വലിയ രീതിയിൽ മോശമായി. അടൂർ ഗോപാലകൃഷ്ണനും തൻ്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. നോക്കൂ, കൊട്ടിഘോഷിച്ച് ഇടതുപക്ഷക്കാർ തന്നെ കൊണ്ടുവന്നതാണ് ഇവരെയൊക്കെ. അതേ ആൾക്കാർക്ക് പോലും അവിടെ രക്ഷയില്ല. ഇത് ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് കൊള്ളണം. ആര്? SFI. കുട്ടി സഖാക്കൾ പറയുന്നത് അനുസരിച്ച് കൊള്ളണം. ഇന്ന് സമരമാണ് എന്ന് കുട്ടി സഖാക്കൾ പറഞ്ഞാൽ അന്ന് പഠിപ്പിക്കാൻ വരരുത് അധ്യാപകർ. പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും കുട്ടി സഖാക്കളുടെ തിട്ടൂരം അനുസരിക്കണം. റോഡിലിറങ്ങി ബസ് തടയാൻ പറഞ്ഞാൽ റോഡിലിറങ്ങി ബസ് തടഞ്ഞോണം.
ഇല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പറ്റില്ല. പോളിടെക്നിക് നോക്കൂ, പൂക്കോട്ടൂർ സിദ്ധാർത്ഥിൻ്റെ മരണം, ഇപ്പോൾ നിതിൻ്റെ മരണം ഒക്കെ, നിതിൻ രാജിൻ്റെ മരണമൊക്കെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാവും. തങ്ങൾക്കിഷ്ടമല്ലാത്ത, തങ്ങളുടെ പ്രവർത്തികളെ ചോദ്യം ചെയ്യുന്ന, അതിനെ എതിർക്കുന്ന വിദ്യാർത്ഥികളെ കുട്ടി സഖാക്കൾ വേട്ടയാടും. ഈ കഴിഞ്ഞ 10 വർഷവും നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതും ബാലസമാജത്തിലെ അതായത് NSS എന്ന് പറയുന്നത് എന്താ? സവർണ മാടമ്പി ഹിന്ദു സംഘടന. ഈ സവർണ മാടമ്പി ഹിന്ദു സംഘടന സ്ഥാപിച്ച ആളാണ് സ്വന്തം വീട്ടിൽ പന്തിഭോജനം നടത്തി ആയത് അല്ലേ, മാതൃക കാണിച്ചത്. അതായത് ഏറ്റവും താഴ്ന്ന സമുദായം എന്ന് ഇവർ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ സ്വന്തം വീട്ടിനകത്ത് വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയെ കൊണ്ട് ആഹാരം വിളമ്പിക്കൊടുക്കുകയും കഴിച്ചതിന് ശേഷം ആ പാത്രം, അതായത് ആ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന പാത്രം, പ്രത്യേകം പാത്രമൊന്നുമല്ല, ഉപയോഗിക്കുന്ന പാത്രത്തിൽ ആഹാരം വിളമ്പിക്കൊടുക്കുകയും അദ്ദേഹം അവിടെ ഇരുന്ന് ആ ഭക്ഷണം കഴിക്കുകയും ചെയ്തതിന് ശേഷം ആ പാത്രം ഈ അമ്മ തന്നെ വൃത്തിയാക്കി വെച്ചു. അപ്പോൾ മന്നം, ഞാൻ പറഞ്ഞു വരുന്നത് NSSൻ്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ്റെ ചെയ്തികളെക്കുറിച്ചാണ്. അദ്ദേഹം മാതൃക കാണിച്ചു. എൻ്റെ വീട്ടിൽ വിപ്ലവം തുടങ്ങേണ്ടത് എൻ്റെ വീട്ടിൽ നിന്നാണ്, അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിന്നല്ല. ഞാൻ എൻ്റെ വീട്ടിൽ ഇത് ചെയ്തു കാണിച്ചു. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് തെക്ക് നിന്നും വടക്ക് നിന്നും ജാഥ നടത്തി ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ നിവേദനം എത്തിച്ചയാളാണ് മന്നത്ത് പത്മനാഭൻ. സ്വസമുദായത്തിൻ്റെ ഉന്നതി പോലെ തന്നെ ഇതര സമുദായങ്ങളുടെ ഉന്നതിയും ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഇപ്പോഴും നമുക്ക് NSSൻ്റെ ബൈല നോക്കി അത് മനസ്സിലാവും. അങ്ങനെയുള്ള ഒരു സമുദായ സംഘടനയാണ്, ജാതി സംഘടന തന്നെയാണ് NSS, ഒരു സംശയമല്ല. പക്ഷേ അതിൻ്റെ അർത്ഥം നായർ മാത്രം നന്നായാൽ മതി എന്നല്ല. ഇതുപോലെ തന്നെയാണ് SNDP. ഈഴവർ മാത്രം നന്നായാൽ മതി എന്നല്ല അവർ പറയുന്നത്. ഞങ്ങൾ നന്നാവണം, ഒപ്പം നിങ്ങളും നന്നാവണം, നമുക്കൊരുമിച്ച് നന്നാകാം. ഇപ്പം ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് നന്നായാൽ പിന്നെ കമ്മ്യൂണിസത്തിന് വല്ല പ്രസക്തിയുണ്ടോ? പിന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞ പരാജയപ്പെട്ട ഈ പ്രത്യയശാസ്ത്രം, ഈ തേവാങ്കുകളുടെ പരിപാടി പിന്നെ ഇവിടെ നടക്കുമോ? ഇവന്മാർക്ക് സമരം ചെയ്യാൻ ആളെ കിട്ടുമോ? ബസ്സിന് കല്ലെറിയാൻ ആളെ കിട്ടും? ആളില്ല. ഇനി പുതുതായിട്ട് ആളെ കൂട്ടണം. കാരണം പ്രതിപക്ഷത്തേക്കായി. അതെ. ഇനിയിപ്പം തിരുവനന്തപുരം നഗരത്തിൽ സ്വൈരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. 10 വർഷം ഒരു സമരവും ഇല്ല. ഒരു കാലത്ത് സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ സമരം ചെയ്ത് സ്വകാര്യ സർവകലാശാല സംബന്ധിച്ചൊരു ടോക്കിൽ സംസാരിക്കാൻ വന്ന ലോകമറിയുന്ന ഒരു പണ്ഡിതനെ പരസ്യമായിട്ട് നാട് റോഡിലിട്ട്, സ്വന്തം അച്ഛൻ്റെ പ്രായം വരുന്ന ആ മനുഷ്യനെ, ആ വൃദ്ധനായ മനുഷ്യനെ നാട് റോഡിലിട്ട് കരണക്കുറ്റി അടിച്ചു പൊളിച്ച എന്താ പറയുക, കുട്ടിത്തേവാങ്കുകളാണ് SFI. പിന്നീട് മാപ്പ് പറഞ്ഞു. എന്നിട്ട് മാപ്പ് പറയുക മാത്രമല്ല, പിന്നെ ഭരണം കിട്ടിയപ്പോൾ എന്താ, സ്വകാര്യ സർവകലാശാല കൊണ്ടുവരാൻ വേണ്ടുന്ന എല്ലാ പ്രവൃത്തിയും എടുത്തു അല്ലേ. അതായത് ഛർദ്ദിച്ചതിനെ വിഴുങ്ങുക, അതിനെ നക്കി തിന്നുക, അതാണ് ഇവർ ചെയ്തത്. പോട്ടെ, അതൊരു വിഷയം. ഇപ്പോൾ കാട്ടിയതും അതുപോലെ. അപ്പോൾ NSSൻ്റെ ബാലസമാജത്തിലെ കുട്ടികൾ ഇവിടെ വരുമ്പോൾ അത് ജാതിയാണ്. നോക്കൂ, ഏതെങ്കിലും ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ വിഭാഗത്തിൻ്റെ കുട്ടികളാണ് ഇവിടെ വന്നിരുന്നതെങ്കിൽ ഇവരിത് എതിർക്കുമോ? എതിർക്കാനുള്ള ധൈര്യം ഇവർ കാണിക്കുമോ? അതുപോലെ ഏതെങ്കിലും ബൈബിൾ ക്ലാസ്സിലെ കുട്ടികളെയാണ് ഇവിടെ കൊണ്ടുവന്നിരുന്നതെങ്കിൽ ഇവരിതുപോലെ എതിർക്കാൻ ധൈര്യം കാണിക്കുമോ? കാണിക്കില്ല. SNDPയുടെ ആയാലും ബൈബിൾ ക്ലാസ് ആയാലും ബാലസമാജമായാലും കുട്ടികളാണ്, അവർ വരട്ടെ, ഇതൊക്കെ കാണട്ടെ, പഠിക്കട്ടെ. അങ്ങനെയല്ല. നോക്കൂ, ഇവിടെ എല്ലാം ഇനിയിപ്പോൾ എന്താണെന്നറിയാമോ, ഈ VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ ഒന്ന് മുള്ളാൻ പോലും സമ്മതിക്കാതെ മുള്ളിൻ്റെ മുനയിൽ നിർത്തി ഈ 5 വർഷവും സംസ്ഥാന ഭരണം തകർക്കുക, അട്ടിമറിക്കുക, അതാണ് ലക്ഷ്യം. നല്ല അടി കൊടുക്കുന്നു. അതിന് ഏറ്റവും രക്ഷാപ്രവർത്തനം തുടങ്ങാൻ അത് സതീശൻ നന്നായിട്ട് ചെയ്തോളൂ. ആ പണി നന്നായിട്ട് രക്ഷാപ്രവർത്തനമല്ല, അതേ ചൂരിലുകൊണ്ട് പക്ഷേ നല്ല രക്ഷാപ്രവർത്തനം നടത്തും. അല്ല, അത് പോലീസ് തന്നെ കാത്തിരിക്കുകയാണെന്നേ. കാരണം ഈ കഴിഞ്ഞ 10 കൊല്ലം ഒന്ന് രാജേഷ് ജി ഒന്ന് ആലോചിച്ച് നോക്കൂ, പോലീസിന് വല്ല വിലയും ഉണ്ടായിരുന്നു ഈ നാട്ടിൽ? ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന സമരം. ശരിയാണ്, നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട്, ചോദ്യപേപ്പർ ചോർച്ച ചോദ്യം ചെയ്യപ്പെടണം,
ആ പ്രവണത അവസാനിപ്പിക്കണം. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്. അതെ. കേന്ദ്ര സർക്കാരിന് ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അവിടെ ഒരു മന്ത്രി ഇരിപ്പുണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ. എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ധർമ്മേന്ദ്ര പ്രധാൻ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഈ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. അപ്പോൾ അവിടെ അതിന് എതിരെ ശക്തമായ പ്രക്ഷോഭം നയിക്കണം. പക്ഷേ ആ പ്രക്ഷോഭം AG's ഓഫീസിനകത്ത് കയറി അവിടെ തകർക്കുകയല്ല വേണ്ടത്. എന്നിട്ട് അവിടെ തല്ലിത്തകർക്കാൻ ചെന്ന ഈ കുട്ടി സഖാക്കന്മാർ വിളിച്ചു പറയുന്നത് എന്താണ്? പോലീസിനോട്, കേരള പോലീസിനോട്. സമരം ചെയ്യുന്നത് കേന്ദ്രത്തിനെതിരെയാണ്. അപ്പോൾ അവിടെ അക്രമം നടത്താൻ പറ്റില്ല എന്നും പറഞ്ഞ് പോലീസ് തടയാൻ ചെന്നപ്പോൾ ആ പോലീസിനെ ചീത്ത വിളിക്കുക. ഇവിടെ പറയണം, നിന്നെയൊക്കെ കാണിച്ചില്ല, നിൻ്റെയൊക്കെ വിചാരം ഭരണം മാറി എന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങ് മറ്റേ കയറ്റിക്കളയാമെന്നൊക്കെ വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. പച്ചത്തെറിയൊക്കെയാണ് പറയുന്നത് പോലീസുകാരെ. എൻ്റെ ഒരു നിഗമനം, VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിമിഷം പോലീസ് ആക്ട് ചെയ്യും. അടുത്ത നിമിഷം കിട്ടുന്നിടത്ത് വെച്ചൊക്കെ ഇവന്മാരെ ഓടിച്ചിട്ട് തല്ലും. കണ്ടോളൂ നിങ്ങൾ. ഈ SFIക്കാരന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കിടന്ന് അടി വാങ്ങും. പഴയതുപോലെ അല്ല. പണ്ടത്തെ പോലെ ബസ് കത്തിക്കാനും ഇതിനൊക്കെ പോയ വിവരമറിയും. രാജ്യത്ത് നിയമങ്ങളൊക്കെ മാറി. എൻ്റെ പൊന്നു മക്കളെ, പഠിക്കാൻ വന്നാൽ പഠിച്ചിട്ട് പോകണം. നിങ്ങളുടെയൊക്കെ തന്തയാകാനുള്ള പ്രായം എനിക്കുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, മര്യാദയ്ക്ക് പഠിച്ചിട്ട്, ശരിയാണ്, വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമങ്ങളുണ്ടായാൽ ചോദ്യം ചെയ്യണം. വിദ്യാർത്ഥി രാഷ്ട്രീയം ആവശ്യമുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം, ക്യാമ്പസ് രാഷ്ട്രീയം വേണം. അതൊന്നും നിരോധിക്കണമെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ അത് തെമ്മാടിത്തരം കാണിക്കാനുള്ള വേദിയല്ല അത് സക്രിയമായിട്ട് വിനിയോഗിക്കണം. സർഗാത്മകമായ കഴിവുകൾ വളർത്താൻ വിനിയോഗിക്കണം. അനീതിയെ ചോദ്യം ചെയ്യാൻ വിനിയോഗിക്കണം. അല്ലാതെ തെരുവിലിറങ്ങി അഴിഞ്ഞാടാനുള്ളതല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം. അത് മര്യാദയ്ക്ക് ഓർത്തുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അത് SFI ആയാലും കൊള്ളാം, KSU ആയാലും കൊള്ളാം, ABVP ആയാലും കൊള്ളാം. ആരായാലും നിയമം കയ്യിലെടുക്കാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല. നമ്മുടെ പൊതുമുതൽ നശിപ്പിക്കാൻ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്കും ഒരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനും അധികാരമില്ല, അവകാശമില്ല. അതുകൊണ്ട് അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് വിദ്യാർത്ഥികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് ഏത് വിദ്യാർത്ഥി സംഘടനയ്ക്കും നല്ലത്. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ നിലനിൽക്കും. അല്ലാത്തതെല്ലാം പോക്കാം. അതിപ്പോൾ നമുക്ക് വരുന്ന ഒരു 6 മാസത്തിനുള്ളിൽ നമുക്കത് മനസ്സിലാവും. കേരളത്തിലെ പോലീസുകാർ പിന്നെ അവർ സഹികെട്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. എന്നാൽ അത്രയ്ക്കൊണ്ട് പോലീസുകാരെ ഇവർ ഉപദ്രവിച്ചത്, ഈ അധികാരത്തിൻ്റെ ഹുങ്ക് കാണിച്ചത്. അതുകൊണ്ട് പോലീസുകാർ നല്ല ചൂട്ട പെട കൊടുക്കും. ഒരു സംശയമില്ല ഈ കാര്യത്തിൽ. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇത് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്നിപ്പോൾ നായരും ഈഴവനും നമ്പൂതിരിയും നായാടിയും പുലയ സമുദായത്തിൽപ്പെട്ടയാളും ഒക്കെ ഒത്തുചേർന്ന് വോട്ട് ചെയ്തു. ആർക്ക് വോട്ട് ചെയ്തു? ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്തു. ആ ഇടതുപക്ഷത്തിനെതിരായിട്ട് വോട്ട് ചെയ്തത് കൊണ്ടാണ് 102 സീറ്റിൽ UDF ജയിച്ചത്, 3 സീറ്റിൽ BJP ജയിച്ചത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കുള്ള വോട്ട് പോയി അല്ലേ? എന്തായാലും 140 മണ്ഡലത്തിലും ഈ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗത്തിനും വോട്ടുണ്ട്. വോട്ടില്ലാത്തവരൊന്നും ഇല്ല അല്ലേ? അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് നമ്മളെ തോൽപ്പിച്ചപ്പോൾ എന്നാ നിനക്കൊക്കെ ഒരു പണി തരാടാ? മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു കൊച്ചു കുട്ടികളെയും കൊണ്ട് മുൻകൂർ അനുമതി വാങ്ങിച്ച് അവിടെ വന്ന് അതിൻ്റെ ഡയറക്ടറെ പച്ചത്തെറി വിളിക്കുക. അതിൻ്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരെ, അവിടെ പഠിക്കുന്ന കുട്ടികൾ അതിൻ്റെ ഡയറക്ടറെ പച്ചത്തെറിയാണ് പറയുന്നത്. ആ കുട്ടികൾ എന്ത് കരുതും? ഈ കൊച്ചു കുട്ടികൾ കേട്ടോണ്ടിരിക്കുകയാണ്. അവർക്ക് എന്ത് മര്യാദ, എന്ത് സംസ്കാരം. അപ്പോൾ മനഃപൂർവ്വം. അപ്പോൾ പോലീസ് വരും, ഇഷ്യൂ ആവും. ഉടനെ പോലീസിനെ അങ്ങോട്ട് ഉന്തും തള്ളുമാവുന്നു, അടിയാവുന്നു. 10 പേർക്ക് അടി കൊണ്ടു, തല പൊട്ടി, ചോരയൊലിച്ച് ആശുപത്രിയിലായി, ഒരു വിഷയമായല്ലോ. അപ്പോൾ പോലീസിനെ പഴി പറഞ്ഞുകൊണ്ട് പോലീസിലൂടെ ഇപ്പോൾ ഭരണത്തിൽ കയറിയ ഗവൺമെൻറ്റിനെ താറടിക്കാം. ഇപ്പോൾ ഉടനെ തന്നെ പറയാമല്ലോ. അതായത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ടില്ല, അതിനു മുമ്പേ പറയാം VD സതീശൻ രാജിവെക്കണം. നോക്കൂ, എത്ര മനോഹരമായ ആചാരങ്ങൾ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നടക്കുന്നത്. ഇത് പണ്ട് ഭരിച്ചുകൊണ്ടിരുന്നപ്പം വേറെ ചില രീതിയിലായിരുന്നു. ഈ ജാതി പറഞ്ഞ്
മറ്റ് ചില ഇതൊക്കെ നരേറ്റീവ്സുകൾ ഉണ്ടാക്കി, ആഖ്യാനങ്ങൾ ഉണ്ടാക്കി, ഒരു ഡയറക്ടറെ അവിടുന്ന് ഓടിച്ചു, അതിൻ്റെ ചെയർമാൻ രാജിവെച്ചിട്ട് ആ വഴി പോയി, അല്ലേ? ഇടതുപക്ഷക്കാരനായ അല്ലെങ്കിൽ ഇടതുപക്ഷവുമായിട്ട് വലിയ അടുപ്പം പുലർത്തുന്ന അടൂർ ഗോപാലകൃഷ്ണൻ വരെ അതും കളഞ്ഞിട്ട് പോയെങ്കിൽ നമുക്ക് ഇവരുടെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാവുന്നത്. ഞങ്ങൾ ഭരണം വിട്ടുപോകുമ്പോൾ എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിപ്പൊയ്ക്കൊള്ളുക എന്നുള്ളൊരു അത് തന്നെയാണ്. അതായത് എങ്ങനെയാണോ റഷ്യയെ സോവിയറ്റ് യൂണിയനെ നശിപ്പിച്ചത്, അതുപോലെ ഇവിടെ അത് ചൈനയാണ് അതിന് നല്ലത്. ചൈനയിൽ ഈ പണിയൊന്നും നടക്കില്ല. സമരം നടക്കുമോ ചൈനയിൽ? ഇല്ല. അപ്പോൾ വെടിയാണ്. പണ്ട് നമ്മൾ കണ്ടല്ലോ ടിയാൻമെൻ സ്ക്വയറിൽ എത്ര വിദ്യാർത്ഥികളുടെ ജീവനാണ്, 10,000-ത്തിന് മുകളിൽ മനുഷ്യജീവനുകളാണ് അവിടെ ചവിട്ടി അരയ്ക്കപ്പെട്ടത്, കുരുതി കൊടുക്കപ്പെട്ടത്. അത് കുരുതി കൊടുത്തത് ആരാ? ഈ ചുവപ്പ് സിദ്ധാന്തം തന്നെയല്ലേ? അല്ലേ? അപ്പോൾ ചൈനയിൽ നിന്നും ഇത് നടക്കില്ല. റഷ്യയെ നാനാവിധമാക്കി കളഞ്ഞു, USSRനെ നാനാവിധമാക്കി കളഞ്ഞു. ഇപ്പോൾ റഷ്യയിൽ ചെന്ന് ചുവന്ന കൊടി പൊക്കിയ പുടിൻ വിവരം അറിയിക്കും, അല്ലേ? മറ്റൊരു സ്ഥലത്തും നടക്കാത്തത് ഇപ്പോഴിതാ ഈ കൊച്ചു കേരളത്തിൽ ഇനിയിപ്പോൾ നമുക്ക് 5 കൊല്ലം കാണാം. പക്ഷേ ഇത് കേരളത്തിലെ പോലീസും ഇവിടുത്തെ നിയമവാഴ്ചയും ഒക്കെ ഇത് അനുവദിക്കുമോ? VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇത് അംഗീകരിച്ചു തരുമോ? ഒക്കെ കാത്തിരുന്ന് കാണുക. അത് മാത്രമേ നമുക്ക് പറയാം.